ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി എന്താ ഇവിടെ ഈ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. രക്ഷയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയായിരുന്നു. ആ നിലയിൽ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ 3 കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ രക്ഷയോടനുബന്ധിച്ച് ഉള്ള മറ്റൊരു കാര്യം വളരെ പ്രാഥമികമായ ചില കാര്യം നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം എന്നാണ് കരുതുന്നത്. അതായത് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ പ്രശസ്തമായ ഒരു വാക്യത്തിന്റെ ഒരു പ്രയോഗം ഇങ്ങനെയുണ്ട്. എബ്രായർ 2:4 എബ്രായർ 2:4. ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് എ സാൽവേഷൻ. 2:3 ഇംഗ്ലീഷിൽ. സോ ഗ്രേറ്റ് എ സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ എന്ന് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് നൽകി അത് പറയുമ്പോൾ ആ രക്ഷയുടെ മുമ്പാകെ അത്ഭുതത്തോടെ ഇതെന്താ ഇത് എന്ന് സത്യത്തിലെ ചിന്തിക്കുന്ന ആളുകൾ നിന്നു പോകുന്ന തരത്തിലൊരു രക്ഷയെക്കുറിച്ചാണ് ബൈബിള് പറയുന്നത്. ബൈബിള് വെളിപ്പെടുത്തുന്ന ദൈവം സങ്കല്പം നോക്കുക. ആ ദൈവം ഒരേ സമയം നീതിമാനാണ്, ഒരേ സമയം തന്നെ അവിടുന്ന് സ്നേഹവാനുമാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകത അവിടുന്ന് വിശുദ്ധനുമാണ്. ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഗുണത്തെ 3 വട്ടം ആവർത്തിച്ച് ഒരേ ഗുണത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധിയെക്കുറിച്ചാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഏതെങ്കിലും ഒരു ഗുണം പ്രത്യേകം എടുത്ത് പറഞ്ഞ് 3 വട്ടം സൂപ്പർലേറ്റീവിൽ പറയുന്നത് പരിശുദ്ധിയെക്കുറിച്ചാണ്. അപ്പോൾ അവിടുന്ന് സ്നേഹവാനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. എന്നാൽ ഇവിടെ നോക്കുക, നമ്മള് ബൈബിള് വെളിപ്പെടുത്തുന്ന ഈ ദൈവം അവിടുന്ന് നമുക്ക് ഇത്ര വലിയ രക്ഷ തന്നിരിക്കുമ്പോൾ തന്നെ ഇത്ര വലിയ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് തന്നിട്ടുണ്ട്. ആ വിശുദ്ധിയിൽ നമ്മളും മുന്നോട്ട് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എബ്രായർ 2:4 ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞതുപോലെ 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നോക്കുക. അവിടെ വിശുദ്ധിയെക്കുറിച്ചും ഈ നിലയിൽ പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഹോളി കോണ്ടക്ട്, പെരുമാറ്റത്തിൽ എത്ര വിശുദ്ധിയോടെ, എത്ര വലിയ രക്ഷ, എത്ര വിശുദ്ധ ജീവിതം. നോക്കുക, ദൈവം എത്ര വലിയ രക്ഷ നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുമ്പോൾ ആ രക്ഷയെക്കുറിച്ച് അത്ഭുതത്തോടെ ആദരവോടെ നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ അത് നമുക്ക് തരുന്ന ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ രക്ഷയോട് ചേർന്ന് എത്ര വിശുദ്ധ ജീവനം, എത്ര വിശുദ്ധ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുമായിട്ട് ചേർന്ന് ഈ വിശുദ്ധി, അത് നമ്മൾ പറഞ്ഞു, നമ്മൾ ബൈബിള് മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിലാണ് അവിടുന്ന് സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്ന് പറയുന്നത് പോലെ തന്നെ വിശുദ്ധിയുടെയും മൂർത്തിമത് ഭാവമാണ്. വിശുദ്ധൻ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മള് യെശയ്യാവ് 6 ആ കാര്യം കാണുന്നുണ്ട്. ആ നിലയില് പരിശുദ്ധി തന്റെ ഏറ്റവും വലിയൊരു ആട്രിബ്യൂട്ട് എന്നുള്ള നിലയിൽ അതിനെ 3 വട്ടം സൂപ്പർലേറ്റീവിൽ പറഞ്ഞിരിക്കുമ്പോ നമ്മളും ഈ കർത്താവിനെ പിൻപറ്റുമ്പോൾ നമ്മളും എന്ത് വേണം? നമ്മളും വിശുദ്ധിയില് തന്നെ പിൻപറ്റണം. പത്രോസിന്റെ ലേഖനത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അവിടുന്ന് വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തെ നമ്മള് വിശുദ്ധിയില് പിൻപറ്റണം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം: ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പൊ ദൈവം വിശുദ്ധനാണ് എന്ന് പറയുമ്പോ അത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധി സംബന്ധിച്ച് നമ്മൾ ചില നിലപാടുകളിലേക്ക് വരണം. അല്ലാതെ കേവലം അവിടുന്ന് വിശുദ്ധനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ എത്ര വലിയ രക്ഷ എന്ന് പറയുന്ന പോലെ എത്ര വിശുദ്ധ ജീവിതം
എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ട് നിൽക്കാനല്ല, അതിനെ നമ്മുടേതായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നും ബൈബിള് വെളിപ്പെടുത്തുന്നുണ്ട്. ബൈബിളിലെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ രക്ഷയെ സംബന്ധിച്ചായാലും വിശുദ്ധിയെ സംബന്ധിച്ചായാലും ആ കാര്യങ്ങള് ദൈവവചനമാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മൾ നോക്കുക, 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ പറയുന്നത്? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ അറിയുന്നതിനാൽ നീ ബാല്യം മുതൽ തന്നെ പഠിച്ചു നിശ്ചയം പ്രാപിച്ചു നിൽക്കുന്നതിൽ നിലനിൽക്കാം. പൗലോസ് തീമോഥെയോസിനെ, വിശ്വാസത്തിൽ തന്റെ നിജപുത്രനായ തീമോഥെയോസിനെ പ്രബോധിപ്പിക്കാം. തീമോഥെയോസേ, നീ ഈ ദൈവവചനത്തിൽ നിലനിൽക്കണം. ദൈവവചനം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ദൈവവചനം പ്രധാനമാണ്? എന്തുകൊണ്ടാണ് ദൈവവചനം പ്രധാനമാകുന്നത്? അവിടെ പറയുന്നു, നിന്നെ രക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനം തരാൻ. ഈ രക്ഷയെക്കുറിച്ച് തന്നെ ഉള്ള ജ്ഞാനത്തിന്റെ ഭാഗമാണ് രക്ഷയുടെ ഭാഗമായിട്ടുള്ള ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞാലേ ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. നമ്മള് രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഭൂതകാല രക്ഷ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷ എന്നൊക്കെ നമ്മൾ 3ആയിട്ട് വിഭജിച്ച് പഠിച്ചതുപോലെ ഈ 3 കാലഘട്ടത്തോട് ബന്ധപ്പെട്ട്, രക്ഷയുടെ ഈ 3 കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധിയെയും 3 തരത്തിൽ പറയാറുണ്ട്. ബൈബിള് 3 തരത്തിൽ വെളിപ്പെടുത്തുന്നു. ഒന്ന്, പൊസിഷണൽ ഹോളിനെസ് എന്ന് വെച്ചാൽ സ്ഥാനീയമായ ഒരു വിശുദ്ധി. സ്ഥാനീയമായ വിശുദ്ധി രക്ഷയുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്, പ്രാക്ടിക്കൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ് എന്ന് പറയാം. അതായത് പ്രായോഗികമായ വിശുദ്ധി എന്നോ പുരോഗമനപരമായ വിശുദ്ധി എന്നോ ഒക്കെ മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയും. മൂന്നാമത് നമ്മൾ കാണുന്നത് പെർഫെക്റ്റ് ഹോളിനെസ്. അതെന്താ പെർഫെക്റ്റ് ഹോളിനെസ്? സമ്പൂർണമായ വിശുദ്ധി. കണ്ടോ, വിശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധിയുടെ ഈ 3 തലങ്ങളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടായിരിക്കണം. രക്ഷയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് ആ നിലയിലെ രക്ഷയിലേക്ക് വന്ന ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വെറുതെ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് പോയാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. മറ്റു പലയിടത്തും കൃത്യമായിട്ട് ഇത്ര വെള്ളിയാഴ്ച ചെന്നു അല്ലെങ്കിൽ ഇത്ര ദിവസം ചെന്നു, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ എത്ര തവണ വന്നാലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുകയില്ല, ദൈവസഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുകയില്ല. അതിന്റെ തുടക്കം ആ രക്ഷയിലാണ്. എന്ത് മതി? ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ മുതൽ മുടക്കണ്ട. നമ്മള് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ചിലർക്ക് മാത്രം കിട്ടുന്ന ഒന്നല്ല ഇത്. അല്ലെങ്കിൽ ജാതിയില് ഉന്നത കുലത്തിലുള്ളവർക്ക് മാത്രം ഇത് സംവരണം ചെയ്തിരിക്കുന്ന ഒന്നല്ല ഈ രക്ഷ എന്ന് പറയുന്നത്. ആരോഗ്യം ഇത്ര അടി നെഞ്ചളവുള്ള ആളിന് മാത്രമാണ്, അങ്ങനെയൊന്നുമില്ല. ഇത് നോക്കുക, മനുഷ്യനാണോ അവനൊക്കെ ലളിതമായിട്ട് കർത്താവ് കാൽവറി ക്രൂശിൽ സ്ഥാപിച്ച ആ രക്ഷയിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തോടെ, കർത്താവേ നീ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ കാൽവറി ക്രൂശിലെ പരമയാഗത്തിൽ ശരണപ്പെടുന്നു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണേ എന്ന വിശ്വാസത്തോടെ പറഞ്ഞ് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏതൊരാൾക്കും രക്ഷ കരഗതമാകും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കണ്ട. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ബൈബിള് ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്ന് ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തെ, കർത്താവിനെ, യേശുവിന്റെ ക്രൂശുമരണത്തിൽ ശരണപ്പെടുമെങ്കിൽ അവിടുത്തെ മകനായി തീർന്നു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ആ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ ആൾ എന്ത് വേണം? പിന്നെ രക്ഷയുടെ വർത്തമാനകാലത്തിൽ
മുന്നോട്ട് പോകണം. ആ ആളിന്റെ ആത്യന്തികമായ രക്ഷ എപ്പോഴാണ് നടക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ വാനമേഘങ്ങളിൽ വരുന്ന തന്റെ രണ്ടാമത്തെ വരവിലാണ് സമ്പൂർണമായ ഒരു രക്ഷ കൈവരിക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നോക്കിയിട്ടാണ് ഇതിന്റെ ഈ 3 കാലവും ഈ നിലയില് ദൈവത്തിന് മാത്രമേ ഈ കാര്യം ക്രമീകരിക്കാൻ കഴിയുള്ളൂ എന്നെല്ലാം കണ്ടിട്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത് ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് എ സാൽവേഷൻ എന്ന് പറയുന്നു. ഇതിനോട് ചേർത്ത് വിശുദ്ധിയെക്കുറിച്ചും ഈ നിലയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധിയില് നമ്മൾ ആദ്യം പറഞ്ഞു അതൊരു സ്ഥാനീയമായ വിശുദ്ധി, ഒരു പൊസിഷണൽ ഹോളിനെസ് എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? നമുക്കൊരു വാക്യം നമുക്ക് നോക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വാക്യമാണ്. നിങ്ങളോ, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. കണ്ടോ, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് 1-ാം നൂറ്റാണ്ടിലെ താനെ ലേഖനം എഴുതുന്ന ഈ വിശ്വാസികളോട്, അല്ലെങ്കിൽ ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും വിശ്വാസത്തിൽ വരുന്ന വിശ്വാസികളോട് പറയുന്ന എന്താ? നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ രക്ഷയുടെ ആ വലിയ മഹത്വത്തെക്കുറിച്ച് പറയുക. ആ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന്റെ അന്ധകാരം. കർത്താവിനെ ഒരാൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ എന്തെല്ലാം നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാലും അവന് പാപത്തിന്റെ അന്ധകാരത്തിലാണ്. ഇവിടെ ഇതാ പത്രോസ് പറയുന്നു, നിങ്ങൾ എന്ത് പറ്റി? നിങ്ങൾ ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അവരെ എങ്ങനെയാ വന്നത്? രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. നമ്മളിപ്പോ പറഞ്ഞതുപോലെ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ അവർ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. വന്നപ്പോ അവർക്ക് അതിനോട് ചേർന്ന് പല നിലയിലുള്ള പ്രിവിലേജസ്, പല നിലയിലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭ്യമായി. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനാണ് വിശുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞേക്കുന്ന ഒരു പ്രയോഗം. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പോ നിങ്ങൾ എന്തായി? നിങ്ങള് അവിടെ ഇതാ പറയുന്നു, വിശുദ്ധ വംശമാണ്. വിശുദ്ധ വംശം, ഹോളി എന്ന വാക്ക് അവിടെ വരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മൾ എന്തായി തീർന്നു? വിശുദ്ധരായി തീർന്നു. ഇതാണ് ബൈബിള് പറയുന്നത്. ഇതാണ് സ്ഥാനീയമായ വിശുദ്ധി. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ അല്ലെ പൊസിഷണൽ ഹോളിനെസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മള് എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു തെരുവിൽ വെച്ച് ഒരു പ്രസംഗം കേട്ടു. നിങ്ങൾ ബസ്സിന് കൈ കാണിക്കാൻ നിൽക്കുകയായിരുന്നു, ബസ് 10 മിനിറ്റ് ലേറ്റ് ആയി. അപ്പോഴാണ് ഒരാൾ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നത്, കർത്താവിനെ സ്വീകരിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നിരിക്കട്ടെ. സ്വീകരിച്ചാൽ ആ നിമിഷം ദൈവം നിങ്ങളെ സ്വർഗത്തിന് അവകാശിയായിട്ട് പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന്റെ മകളായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒപ്പം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്, വിശുദ്ധ വംശം, ഹോളി ഓസ്പ്രിങ്, വിശുദ്ധ വംശം. നമ്മളെ എന്താക്കി പ്രഖ്യാപിച്ചു? നമ്മളെ വിശുദ്ധർ എന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധർ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് വലിയ മാറ്റം വല്ലതും ഉണ്ടായോ? പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. നമ്മൾ പിന്നെയും നോക്കുമ്പോൾ നമ്മൾ പഴയ ആ മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ രക്ഷിക്കപ്പെട്ട ഒരുവൾ എന്തായി? വിശുദ്ധനായിട്ട് സ്വർഗം അവരെ ആ നിലയില് അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിനെ തുടർന്ന് അത്
ആ സ്ഥാനം നമുക്ക് കൈയാളുകയാണ്, നമുക്കത് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഏതൊരാൾക്കും പറയാൻ കഴിയും, ഞാന് തൂത്തുട്ടിയിലെ വിശുദ്ധനാ. നിങ്ങളാരും കുറഞ്ഞ ആളുകളല്ല. നിങ്ങള് ആ പുതുപ്പള്ളിയിലെയും തൂത്തുട്ടിയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ഒക്കെ വിശുദ്ധനും വിശുദ്ധമതിയും ഒക്കെ ആയി ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ദൈവം അങ്ങനെ നിങ്ങളെ പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്താ ചെയ്തത്? കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ സ്വർഗം ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നു, വിശുദ്ധ വംശം, ഹോളി ഓസ്പ്രിങ്, ഇവൻ വിശുദ്ധൻ. ഇത് റോമിൽ പ്രഖ്യാപിക്കുന്നതാണോ സ്വർഗത്തിൽ പ്രഖ്യാപിക്കുന്നതാണോ പ്രധാനം നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധരാണ്, അതിൻ്റെ അകത്ത് സംശയം വേണ്ട. ദൈവം ആ നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു കുറഞ്ഞ കാഴ്ചപ്പാട് വേണ്ട. സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ സ്ഥാനം എന്താണ്? നമ്മള് സ്ഥാനീയമായി, പൊസിഷനലി നമ്മൾ ഹോളിയാണ്, സ്ഥാനീയമായി വിശുദ്ധരാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മള് ഈ ഒരു കാഴ്ചപ്പാടോടെ ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ഓരോ ലേഖനം എടുത്ത് നോക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തില് പൗലോസ് ആ റോമിലുള്ളവരോട് പറയുക. റോമിലുള്ളവരെ പല നിലയിൽ പറയുമ്പോൾ ആ റോമിലുള്ള സഭയിലുള്ള ആളുകളോട് പറയുക. എന്താ പറയുന്നത്? റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവരെ. കണ്ടോ, റോമിൽ ഒത്തിരി പേരുണ്ട്. പക്ഷേ റോമിലെ വിശുദ്ധരാരാ? ആ റോമാ സഭയില് രക്ഷിക്കപ്പെട്ട് അംഗമായ ആളുകളാണ്. അതുകൊണ്ട് അവരെ വിളിക്കുന്നത് എന്താ? വിശുദ്ധർ എന്നാ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞതല്ല. മറ്റ് ലേഖനങ്ങൾ നോക്കുക. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നോക്കുക. എല്ലായിടത്തും ലേഖനങ്ങൾ എഴുതുമ്പം പൗലോസ് ആകട്ടെ പത്രോസ് ആകട്ടെ ആ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് എന്താ? വിശുദ്ധർ എന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. അത് കേവലം ഒരു ഭംഗിവാക്കാണോ? അല്ലെങ്കിൽ അവരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണോ? അല്ല. ദൈവവചനത്തിൽ അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. അത് ശരിയാണ്. 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവരുമായവർക്ക് തന്നെ എഴുതുന്നത്. പൗലോസ് താൻ ഈ ലേഖനം ആർക്കെഴുതുന്നെന്നാ പറയുന്നത്? കൊരിന്തിലുള്ള സഭയ്ക്ക് എഴുതുക. കൊരിന്തിലുള്ള സഭയ്ക്ക് എഴുതുമ്പം ആ കൊരിന്തിലുള്ള സഭയിലുള്ള അവിടുത്തെ അംഗങ്ങളെ കണ്ടോ. അവിടെ 1 കൊരിന്ത്യർ 1-2 2 വട്ടം വിശുദ്ധർ എന്ന അവരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകുമെന്ന് പൗലോസ് അന്നേ ചിന്തിച്ച് എന്താ പറഞ്ഞേക്കുന്നു? വിശുദ്ധന്മാരായവരുമായവർക്ക് തന്നെ, വിശുദ്ധര് തന്നെ, അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു അത്ഭുതമല്ലേ? രക്ഷയോട് ചേർന്ന് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ ഹോളി ഓസ്പ്രിങ്, വിശുദ്ധ വംശം എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പേര് മാറി. കൊരിന്തിലുള്ള വിശുദ്ധരെ, റോമിലുള്ള വിശുദ്ധരെ, നമ്മൾ ഈ വിശുദ്ധരെന്ന് ഈ പറഞ്ഞ ഈ കൊരിന്തരുടെ പിന്നീട് നമ്മൾ ആ ലേഖനം വായിച്ചു നോക്കുമ്പം പലയിടത്തും അവരുടെ പ്രായോഗിക ജീവിതത്തിൽ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ പറയുന്ന പോലെ വലിയ വിശുദ്ധിയൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ 1 കൊരിന്ത്യർ എടുത്ത് വായിച്ചു നോക്കുക, അതിന്റെ 5-ാം അധ്യായം ഒക്കെ എടുത്ത് വായിച്ചു നോക്കുക. പലരെ പൗലോസ് ശാസിക്കുന്നുണ്ട്. ശാസിക്കാൻ കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രായോഗിക തലത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ, അല്ലെ പ്രാക്ടിക്കൽ ലൈഫിൽ, അവരുടെ പ്രോഗ്രസീവ് ലൈഫിൽ ഈ ഹോളിനെസ് പലയിടത്തും കാണുന്നില്ലെങ്കിലും അവരുടെ പൊസിഷൻ എന്താ? അവരുടെ സ്ഥാനം എന്താ? വിശുദ്ധരെന്ന് തന്നെയാണ്. ഇത് നമുക്ക് വളരെ ധൈര്യം നൽകേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയും ജീവിക്കാൻ ഒരു ലൈസൻസ് എന്നല്ല പറയുന്നത്. മറിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരുവൻ, അവൻ ആ നിലയില് കർത്താവിന്റെ മകനായി മകളായി തീർന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം അവനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിശുദ്ധി ചിലപ്പോൾ പ്രായോഗിക തലത്തിൽ
ചിലപ്പോൾ വേണ്ടത്ര കണ്ടില്ലെങ്കിൽ പോലും സ്വർഗം അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ഥാനീയമായ ഒരു വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് അതിനെ പൊസിഷണൽ ഹോളിനെസ് എന്ന് പറയുന്നത്. സ്ഥാനം, ആ സ്ഥാനത്തിലെ വിശുദ്ധിയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം നോക്കുക. സകല വിശുദ്ധന്മാർക്കും, 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, സകല വിശുദ്ധന്മാർക്കും, ഓൾ സെയിൻസ് ഇൻ കൊരിന്ത്. എഫേസ്യർ 1-ന്റെ 1 നോക്കുക. അവിടെയും വിശുദ്ധന്മാർ, എഫേസോസിലെ വിശുദ്ധരായ ആളുകൾക്കാണ് എഴുതിയേക്കുന്നത്. ഫിലിപ്പിയർ 1-ന്റെ 1 നോക്കുക. ഓൾ ദ സെയിൻസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ വിശുദ്ധരായ ആ ഫിലിപ്പിയിൽ ഉള്ളവർക്കാണ്. കൊലോസിയർ 1-ന്റെ 1 നോക്കുക. സെയിൻസ് ഓഫ് കൊലോസിയ എന്നാ പറഞ്ഞേക്കുന്നത്. കൊലോസയിലെ വിശുദ്ധന്മാര്. 1 പത്രോസ് 1-ന്റെ 2-ാമത്തെ വാക്യം നമ്മളിപ്പോ വായിച്ചെടുത്ത് നോക്കുക. അവിടെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായവർക്ക് ആ നിലയില് വിശുദ്ധീകരണം പ്രാപിച്ചവര്. 1 പത്രോസ് 1-ന്റെ 2-ാമത്തെ വാക്യം, പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോ ആ വൃതന്മാരെ എന്തുവാ പത്രോസ് വിളിക്കുന്നത്? എന്താ? വിശുദ്ധീകരണം പ്രാപിച്ചു, വിശുദ്ധീകരണം പ്രാപിച്ച എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വിശുദ്ധീകരണം എന്ത് വിശുദ്ധീകരണമാ? പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ആണ്, സ്ഥാനീയമായ വിശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാനീയമായ വിശുദ്ധി നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ, പൊസിഷണൽ ഹോളിനെസ് നമുക്കുണ്ടെങ്കിൽ, സ്ഥാനീയമായ വിശുദ്ധി നമുക്കുണ്ടെങ്കിൽ, ആ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ എന്ത് വേണം? നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, നമ്മളുടെ പെരുമാറ്റത്തില്, ഇടപാടുകളില്, നമ്മുടെ സംസാരത്തില്, നമ്മുടെ കാഴ്ചപ്പാടുകളില്, നമ്മുടെ നിരൂപണത്തിലൊക്കെ നമ്മൾ എന്തായിരിക്കണം? വിശുദ്ധരായിക്കൊണ്ടേയിരിക്കണം, വിശുദ്ധരായിക്കൊണ്ടേയിരിക്കണം. ഇതാണ് പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു വാക്യം നോക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ പ്രായോഗിക വിശുദ്ധി അല്ലെങ്കിൽ ഓരോ ദിവസവും ഉള്ള ആ വിശുദ്ധി, അത് ഇവിടെ പറഞ്ഞത് കണ്ടോ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവൻ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇവിടെ ഈ നിർമ്മലീകരിക്കുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം ദൈവത്തിനല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ദൈവമാണ് വിശുദ്ധരാക്കി തീർക്കുന്നത്. അതായിരിക്കുമ്പോ തന്നെ അതിന്റെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം ഇവിടെ ഈ പ്രായോഗിക വിശുദ്ധിയിൽ ആ രക്ഷിക്കപ്പെട്ട് ഇന്ന് രക്ഷയുടെ വർത്തമാനകാല ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. നമുക്ക് പരിചിതമായ വാക്യമാണ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ സ്ഥാനീയമായിട്ട് വിശുദ്ധൻ എന്ന് സ്വർഗം പ്രഖ്യാപിച്ചവൻ. അവൻ എന്തോ ചെയ്യണം? അവൻ അവന്റെ ആ പൊസിഷൻ പോലെ, അവന്റെ സ്ഥാനം പോലെ തന്നെ യേശു നടന്നതുപോലെ നടക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മളെ സ്വർഗം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ വിശുദ്ധന്മാരെ, വിശുദ്ധമതികൾ എന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ മേൽ പതിഞ്ഞ ആ പേരിനൊത്തവണ്ണം, അല്ലെ സ്വർഗം നമ്മളെ വിളിച്ച വിശുദ്ധ വംശം, സെയിൻസ് എന്ന് വിളിച്ചതിനൊത്തവണ്ണം, റോമിലുള്ള വിശുദ്ധരെ, കൊരിന്തിലുള്ള വിശുദ്ധരെ, എഫേസോസിലുള്ള വിശുദ്ധരെ, ഫിലിപ്പിയിലുള്ള വിശുദ്ധരെ, തൂത്തുട്ടിയിലുള്ള വിശുദ്ധരെ എന്ന് പറഞ്ഞാൽ ആ പേരിനൊത്തവണ്ണം നമ്മള് ഡേ ടു ഡേ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ
പ്രായോഗിക ജീവിതത്തിൽ പുരോഗമനപരമായിട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ മുന്നേറാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്തമുണ്ട്? നമ്മുടെ പേര് തന്നെ എന്താ? വിശുദ്ധൻ എന്താ പേര്. അപ്പൊ ആ പേരിനൊത്ത് നമ്മൾ ജീവിക്കണ്ടേ? പേരിനൊത്ത് ജീവിക്കണ്ടേ? ആ പേരങ്ങനായി, അതിനൊത്തവണ്ണം നമ്മൾ ജീവിക്കണം. ഈ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. 1 പത്രോസ് 2:2 നമ്മൾ നേരത്തെ വായിച്ച ഇടത്തും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം? 1 പത്രോസ് 2:21 അവൻ നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മാതൃകയായിട്ട് യേശുവിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവന്റെ കാൽച്ചുവട് പിൻപറ്റി നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പുരോഗമനപരമായ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ പ്രോഗ്രസീവ് ഹോളിനെസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞത് സ്ഥാനീയമായ വിശുദ്ധി, 2 പ്രായോഗികമായ വിശുദ്ധി. മൂന്നാമത് വേറെ ഒരു വിശുദ്ധിയും ഉണ്ട്. അതെന്താ? പൂർണ്ണമായ പെർഫെക്റ്റ് ഹോളിനെസ്. പെർഫെക്റ്റ് ഹോളിനെസ്, സമ്പൂർണമായ വിശുദ്ധി. അത് പറയുന്ന ഒരു വാക്യം നമുക്ക് നോക്കാം. അത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. 1 യോഹന്നാൻ 3-ാം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമാവില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്നറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമ്പൂർണമായ വിശുദ്ധി എപ്പോഴാണ് നമുക്ക് കൈവരുന്നത്? കർത്താവിന്റെ 2-ാമത്തെ വരവിൽ. കർത്താവ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കർത്താവിനെ പോലെ ആയിരിക്കും. ഇവിടെ ഇതാ അവിടെ പറയുന്നു, അവനോട് സദൃശ്യന്മാർ ആകും. അവനോട് സദൃശനാകും. അവനോട് സദൃശനാകുമ്പം എന്ത് സംഭവിക്കും? ഏറ്റവും വിശുദ്ധനായ ആൾ ആരാണ്? ഒരു കളങ്കവും പറയാനില്ലാത്ത വിശുദ്ധനായ ആൾ ആരാണ്? പരിശുദ്ധൻ 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 എന്ന് ദൂതഗണങ്ങൾ ആർപ്പിട്ട ആ തൃത്വത്തിലെ ദൈവം, കർത്താവായ യേശു ക്രിസ്തു, അവിടുത്തോട് നമ്മൾ സദൃശ്യന്മാരാകും കർത്താവിന്റെ 2-ാമത്തെ വരവിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലും നമ്മൾ കർത്താവിനെ പോലെ ആകും. അവിടെ വെച്ചാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ഹോളിനെസ് കൈവരുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്താ ഇത്രയും നേരം പറഞ്ഞത്? നമ്മൾ വളരെ വളരെ പ്രാഥമികമായ കാര്യമാണ് പറഞ്ഞത്. രക്ഷ, ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ വിശുദ്ധ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷയ്ക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 3 കാലങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, രക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ വിശുദ്ധിയുടെ കാര്യത്തിൽ 3 തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം നമ്മളെ എന്താക്കി തീർത്തു? നമ്മളെ സ്ഥാനീയമായ വിശുദ്ധരായിട്ട് ഒരു പൊസിഷണൽ ഹോളിനെസ് നമ്മുടെ മേൽ ദൈവം പ്രഖ്യാപിച്ചു. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ എന്തോ വേണം? നമ്മുടെ സ്ഥാനത്തിനൊത്ത് നമ്മള് വിശുദ്ധരായിക്കൊണ്ടേയിരിക്കണം. വാക്കില്, വിചാരത്തില്, പ്രവർത്തനങ്ങളില്, മനോഭാവങ്ങളില്, ഉദ്ദേശ്യങ്ങളില്, ലക്ഷ്യങ്ങളില് ഒക്കെ നമ്മളെ തന്നെ നിർമ്മലീകരിച്ച് തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ വെച്ചേച്ചു പോയ കാൽച്ചുവടുകളെ പിന്തുടരുന്നു. പ്രായോഗികമായിട്ട് ഈ വർത്തമാനകാലത്തിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വിശുദ്ധിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പ്രാക്ടിക്കൽ ഹോളിനെസ് ആണ്, പ്രായോഗിക വിശുദ്ധിയാണ്, പുരോഗമനപരമാണ് ഈ വിശുദ്ധി. ഇന്നലെ ഉള്ളതിനേക്കാൾ നമ്മൾ ഈ കാര്യത്തിൽ ഹൃദയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൂടുതൽ വിശുദ്ധരായി. കൂടുതൽ വിശുദ്ധരാകുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളെ നേരത്തെ തന്നെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ വിശുദ്ധരെന്ന് സ്വർഗം പ്രഖ്യാപിച്ചതിന് ഒപ്പം നമ്മൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധിയെ തികയ്ക്കുന്ന ആ ഒരു കാര്യം
ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആ വിശുദ്ധിയെ തികയ്ക്കുന്ന ആ ഒരു കാര്യം തുടരുമ്പോൾ തന്നെ ഇതിന്റെ അവസാനമല്ല. എന്താ പറഞ്ഞത്? ഇന്ന് നമ്മൾ എത്ര വിശുദ്ധരായാലും നമുക്കൊരു പൂർണ്ണത കൈവരിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മൾ തീർച്ചയായിട്ടും പ്രായോഗികമായ തലത്തിൽ ഒരു പക്ഷേ വളരെ പ്രകടമായ പല പാപങ്ങളിൽ നിന്ന് നമുക്ക് ജയമുണ്ടായെന്നിരിക്കും. എങ്കിലും 100% കർത്താവിനെ പോലെ വിശുദ്ധരാകുന്നത് എപ്പോഴാണ്? അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ്. ഇതാണ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് പറയുമ്പം അത് കേവലം നമ്മുടെ ശരീരം മാറി തേജസ്കരിക്കപ്പെട്ട ശരീരം വന്നു എന്നൊക്കെ പല മാറ്റങ്ങൾ വരുന്നത് പോലെ തന്നെ വിശുദ്ധിയുടെ കാര്യത്തിലും നമ്മൾ എന്തായി തീർന്നു? പെർഫെക്റ്റ് ആയി തീർന്നു. അപ്പോ ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 3 കാര്യത്തിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ ഗൗരവമായിട്ട് അല്പനേരം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതിലാ ശ്രദ്ധിക്കേണ്ടത്? പൊസിഷണൽ ഹോളിനെസ്സിലാണോ? വേണ്ട, അത് ശ്രദ്ധിക്കണ്ട. അത് ദൈവം സ്വർഗം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പൂർണ്ണമായ ആ നിലയിലുള്ള വിശുദ്ധിയിലാണോ? പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹോളിനെസ്സിലാണോ? ഇല്ല, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഭാവിയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അന്നേ അത് പൂർണ്ണമാവുകയുള്ളൂ. എന്നാൽ ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ തന്നെ ആ രക്ഷയുടെ ഭാഗമായിട്ട് നമ്മളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചതിനൊത്തവണ്ണം ആയിത്തീരാൻ വേണ്ടി ദിനംതോറും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണം. ഈ കാര്യം പറയുമ്പോൾ 2 തെറ്റിദ്ധാരണകൾ വരാൻ കഴിയും. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ രക്ഷ പ്രാപിപ്പാനാണ് ഇങ്ങനെ നമ്മൾ ദിനംതോറും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് എന്ന് ചിലര് ചിന്തിച്ചു പോകും. അതായത് നമ്മള് ദിനംതോറും ആ നിലയിലെ വിശുദ്ധിയിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാലേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലയിൽ ചിലര് ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചത്. എന്താ? നമ്മള് രക്ഷ പ്രാപിപ്പാനല്ല വിശുദ്ധിയെ തേക്കേണ്ടത്, മറിച്ച് എന്തിനു വേണ്ടിയാ? രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് നമ്മള് വിശുദ്ധിയെ തേക്കേണ്ടത്. ഈ കാര്യം നമ്മൾ നോക്കുമ്പോ നമ്മള് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ടല്ലോ. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങള്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മള് എന്ത് വേണം? നമ്മള് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഇങ്ങനെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ സ്വർഗത്തിൽ പോകാനാണോ? അല്ല. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചപ്പോ ആ വിശുദ്ധരെ സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോകും. എന്നാൽ നമുക്ക് അന്ന് ലഭിച്ച ആ പേരിനൊപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ആ രക്ഷ പ്രാപിപ്പാനല്ല, രക്ഷ പ്രാപിച്ചത് കൊണ്ട്, നമ്മള് വിശുദ്ധരായതുകൊണ്ട്, നമ്മുടെ പേരങ്ങനെ ആയതുകൊണ്ട് അതിനൊപ്പമാകാൻ വേണ്ടി നമ്മൾ എന്തോ വേണം? വിശുദ്ധിയെ തേക്കണം. അത് ജഡത്തിലെ അശുദ്ധിയെ മാറ്റണം, ആത്മാവിലെ അശുദ്ധിയെ മാറ്റണം, അത് തികയ്ക്കണം. ഞാൻ ഇത് പറയുമ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഒരു പിതാവിനെ അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ള മകൻ അവിടുത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വലിയ ഉദ്യോഗസ്ഥനാണ്. അവൻ വലിയ നിലയിൽ അവിടെ ജീവിക്കുന്നു. അപ്പൊ ഒരു തവണ അവൻ നാട്ടിൽ വന്നപ്പം ഈ പാവം അപ്പൻ എന്താ
അപ്പൻ ഇപ്പോഴും കീറിയ ലുങ്കിയൊക്കെ ഉടുത്തോണ്ട് കടയിലൊക്കെ നടക്കുകയും സൈക്കിളെ കയറി നടക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവനൊരു ആഗ്രഹം ഉണ്ടായി, ഈ അപ്പനെ എന്തോ വേണം, അപ്പനെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോകണം, അപ്പനെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അവൻ പറഞ്ഞു, അപ്പാ നമുക്ക് പോണം, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിന് പാസ്പോർട്ട് എന്നൊരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് വിസ എന്നുണ്ട്, ഒക്കെ ഞാൻ നോക്കിക്കോളാം, അപ്പൻ അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ടായി. ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന പോലെ സൈക്കിളെ കയറി ലുങ്കിയൊക്കെ കൊടുത്ത് കടത്തിണ്ണയിലൊക്കെ പോയി വർത്തമാനമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയും വീക്ഷണവും ഒക്കെ വായിച്ച് ചരിത്രമൊക്കെ പറഞ്ഞ് നിന്നു. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അവൻ അതൊക്കെ ചെയ്യുന്നു. അവൻ പറയുക മാത്രമല്ല, അവൻ അതൊക്കെ ചെയ്യുന്നു. ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഈ അപ്പനെ എവിടെ കൊണ്ടുപോകുന്നു? ഈ അപ്പനെ അമേരിക്കയിൽ കൊണ്ടുപോകുന്നു. അമേരിക്കയിൽ ചെന്ന് പിറ്റേന്ന് രാവിലെ പുള്ളി ഈ അപ്പൻ എണ്ണീറ്റപ്പം പുള്ളിക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥ. പുള്ളി പറഞ്ഞു, ഇവിടെ സൈക്കിളുണ്ടോ, എനിക്ക് കടയിൽ വരെ ഒന്ന് പോകെ. അപ്പൊ അവൻ പറഞ്ഞു, ഇവിടെ സൈക്കിളൊന്നുമില്ല, ഇവിടെ റോൾസ് റോയ്സ് കാറാ ഉള്ളത്. അപ്പൻ എവിടാ പോകണ്ടേ? റോൾസ് റോയ്സെ കയറി ഇരുന്നിട്ട് ഞാൻ കൊണ്ടുപോകാം, വലിയ വണ്ടി കൊണ്ട്. അപ്പൊ ഇച്ചിരി കഴിഞ്ഞപ്പോ പുള്ളി എന്നാ റോൾസ് റോയ്സെ കയറാമെന്ന് വിചാരിച്ച് പുള്ളി വീട്ടില് പഴയ ശീലം പോലെ ആ കീറിയ ലുങ്കി ഉടുത്തോണ്ട് ഇറങ്ങിയപ്പോ മോൻ പറഞ്ഞു, ഇവിടെ ലുങ്കി ഉടുത്തോണ്ട് പോകാനൊക്കെയല്ല, ഇവിടെ എന്തോ വേണം, അപ്പനൊരു ജീൻസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ടീഷർട്ടും ഉണ്ട്, അത് രണ്ടും കൂടി ഇട്ട് ഷൂസും കൂടി ഇട്ട് ഇതേ കയറിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ അപ്പനാകാൻ വേണ്ടിയാണോ ഈ പുള്ളിക്കാരൻ ഇപ്പം ജീൻസും ടീഷർട്ടും ഷൂസും ഇടുന്നത്? അപ്പനാകാൻ വേണ്ടിയാണോ? അല്ല. മൾട്ടിനാഷണൽ കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥനായ ഈ മകന്റെ അപ്പനായതുകൊണ്ട് ആ സ്ഥാനത്തിനൊത്തവണ്ണം ജീവിക്കാൻ വേണ്ടിയാണ് പുള്ളി സൈക്കിൾ ഉപേക്ഷിച്ച് റോൾസ് റോയ്സെ കയറുന്നതും ജീൻസ് ഇടുന്നതും ഈ ടീഷർട്ട് ഇടുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ പയ്യന്റെ അപ്പനാകാൻ വേണ്ടിയല്ല ഇദ്ദേഹം ഈ ഡ്രസ്സിൽ മാറ്റം വരുത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനത്തിൽ മാറ്റം വരുത്തുന്നത്. മറിച്ച് എന്താ, അവന്റെ അപ്പനായതുകൊണ്ട് അവന്റെ സ്റ്റാൻഡേർഡിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മള് ഈ നിലയില് വിശുദ്ധരാകാൻ വേണ്ടിയല്ല നമ്മളിപ്പോ വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. മറിച്ച് നമ്മൾ വിശുദ്ധരാണ്. ഓൾറെഡി സ്വർഗം നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മള് ഈ കഥയിൽ പറഞ്ഞ പോലെ ഇവന്റെ അപ്പനായതുകൊണ്ട് ആ അപ്പന്റെ സ്ഥാനത്തിനൊത്തവണ്ണം ഉള്ള വാഹനവും ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മെ സ്വർഗം അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെ രക്ഷ പ്രാപിപ്പാനല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല, മറിച്ച് രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് അതിനൊപ്പമാകാൻ വേണ്ടി വിശുദ്ധിയെ തികയ്ക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മൾ ഈ കാര്യത്തെ കാണുമ്പോൾ നമുക്ക് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പലർക്കും ഒരു അത്ര പോപ്പുലർ അല്ലാത്ത ഒരു സബ്ജക്റ്റാ, ഒരു വിഷമം പിടിച്ച കാര്യം. വാക്കില്, വിചാരത്തില്, പ്രവർത്തനത്തില് ഒക്കെ വിശുദ്ധി പാലിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ ആദാമ്യമായ വാക്കുകളും പ്രവൃത്തിയും രീതിയും ചിന്തയും ഒക്കെ കൊണ്ട് നടക്കാനാ നമുക്ക് ആദാമ്യമായ ആ ഒരു പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ട് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പറയുമ്പോൾ പലർക്കും ഒരു ബദ്ധപ്പാട് പോലെ. എന്നാൽ ഈ നിലയിൽ കാര്യത്തെ കണ്ടാലോ, നമ്മള് വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധനാകാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം നമ്മളെ ഓൾറെഡി വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചേക്കുന്നതുകൊണ്ട് ആ സ്ഥാനത്തിനൊപ്പമാകാൻ വേണ്ടിയാണ് നമ്മള് ഈ നിലയില് വാക്കിലും വിചാരത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വിശുദ്ധിയെ തികയ്ക്കുന്നത്, ജഡത്തിലെ ആത്മാവിലെയും കന്മഷത്തെ നീക്കുന്നത്. അല്ലെങ്കിൽ ആ പഴയ കീറിയ ലുങ്കിയും ആ പഴയ സൈക്കിളും ഉപേക്ഷിച്ച് പാൻസും ഷർട്ടും ഇട്ട് റോൾസ് റോയ്സിൽ കയറുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. ഈ നിലയിലെ കാര്യത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കുന്നത് ഒരു ഭാരപ്പെട്ട കാര്യമായിരിക്കില്ല, സന്തോഷകരമായ കാര്യമായിരിക്കും. ഈ അപ്പൻ മോനോട് ഒന്നിച്ച് ആ റോൾസ് റോയ്സ് കാറില് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് ഈ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് പോകുമ്പം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്, ഇല്ലേ? നമ്മളെ സംബന്ധിച്ചും
ഇങ്ങനെ ഒരു ദിവസം വരുന്നു എന്ന്. കർത്താവ് വരുമ്പോ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ 100% അവനെ പോലെ ആകും. പക്ഷെ അതിലേക്കുള്ള ആ പ്രോഗ്രസ്സിൽ നമ്മൾ ഇന്ന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിക്കൊത്തവണ്ണം നമ്മൾ എന്ത് വേണം? നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധരായിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതാണ് പ്രായോഗികമായ വിശുദ്ധി, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മള് ഇതിനെ തുടർന്ന് രണ്ടാമത് നമ്മള് ചിലപ്പോ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. ഇന്ന് നമ്മൾ പ്രായോഗികമായിട്ട് ആ വിശുദ്ധിയെ തികച്ചാലേ നമുക്ക് വിശുദ്ധരായി തീരാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോയാലേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് തോന്നുന്ന ചില വാക്യങ്ങളൊക്കെ, അങ്ങനെ മലയാളത്തിൽ തോന്നുന്ന ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് വിരുദ്ധമായിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാം. നമുക്ക് ഉദാഹരണത്തിന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളൊക്കെ നോക്കുക. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നോക്കുക, രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് മുകളിൽ പറഞ്ഞിടത്താണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നത് നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇവിടെ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന്. അപ്പൊ നിഷ്കളങ്ക ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ എന്തോ വേണം? ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് മാറി രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ച് കൂടുതൽ കൂടുതൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നാലേ, കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലെ തികച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആകുകയുള്ളൂ എന്ന് ഈ വാക്യം വായിക്കുമ്പം നമുക്ക് തോന്നും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അർത്ഥം മൂലഭാഷയിൽ ഈ നിലയില് ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആകേണ്ടതിന് എന്നല്ല, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ ആയതിനാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കൾ എന്ന് തെളിയിക്കപ്പെടാൻ, അങ്ങനെ മാനിഫെസ്റ്റഡ് ആകാൻ, അതിനുവേണ്ടിയാണ് നിങ്ങൾ എന്ത് വേണ്ടത്? നിങ്ങള് വിശുദ്ധിയെ തികച്ച് ഈ വക്രതയും കോട്ടതുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് വിളങ്ങേണ്ടതിന് പിറുവിറുപ്പും വാദവും കൂടാതെ വിശുദ്ധിയെ തികച്ച് ജീവിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം വ്യക്തമാകാൻ വേറൊരു വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് ചിന്തിച്ചാൽ കുറച്ചുകൂടെ ചിലപ്പോ വ്യക്തമായി എന്ന് വരും. 5-ന്റെ 45-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എന്തുവാ അതിന്റെ മേളിൽ പറഞ്ഞേക്കുന്നത്? എന്തുവാ? ശത്രുവിനെ സ്നേഹിക്കണം, ഉപദ്രവിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഇത് വായിച്ചാൽ നമുക്ക് തോന്നുക, നമ്മൾ ശത്രുക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ എന്താകുകയില്ല? ദൈവത്തിന്റെ മക്കളായി തീരുകയില്ല. നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരുകയില്ല. കാര്യം, മക്കളായി തീരണമെങ്കിൽ, പുത്രന്മാരായി തീരേണ്ടതിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ശത്രുക്കളെ സ്നേഹിക്കുകയും വേണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യവും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ മക്കളായി തീർന്നു. ഒരുപക്ഷെ നമ്മുടെ ഒരു ശത്രുവിനെ അന്നേരം നമുക്ക് സ്നേഹിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ ശത്രുവിനെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ദൈവത്തിന്റെ മകനായി തീരുന്നത്. നമ്മൾ മകനായി തീർന്നു, രക്ഷിക്കപ്പെട്ടപ്പം മകനായി തീർന്നു. പക്ഷേ മകനായി തീർന്ന ആ സ്ഥാനത്തിനൊപ്പം പുത്രനാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി, പുത്രന്മാരായി തീരേണ്ടതിന് എന്നുള്ളതിന് പകരം പുത്രന്മാരായി തെളിയിക്കപ്പെടേണ്ടതിന് നിങ്ങൾ എന്തോ വേണം? ശത്രുവിനെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതേപോലെയാണ് ഫിലിപ്പിയറിലെ ഈ വാക്യവും.
മക്കളായി തീരേണ്ടതിനല്ല, ആ നിലയിൽ മക്കളായി വെളിപ്പെടേണ്ടതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വാദവും പിറുപിറുപ്പും കൂടാതെ വിശുദ്ധിയിലെ ജീവിക്കേണ്ടത്. ആ കാര്യം വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. നമ്മള് ഇത് പറയുമ്പോൾ നമ്മളിപ്പോ വായിച്ച ആ വാക്യത്തോടൊക്കെയുള്ള ബന്ധത്തില് നമ്മൾ വിശുദ്ധരായി മുന്നോട്ട് പോകേണ്ട ആ ഒരു കാര്യം രക്ഷ പ്രാപിപ്പാനല്ല, മറിച്ച് രക്ഷ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, വിശുദ്ധരാകാനല്ല, വിശുദ്ധരായതുകൊണ്ട്. ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിശാച് നമ്മളെ ഒത്തിരി അലട്ടുകയില്ല. ഇന്ന് പല വിശ്വാസികളായ ആളുകൾ, അവർ ജനുവിനായിട്ട് തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ അവരൊന്ന് വീണുപോയാൽ ഉടനെ പിശാച് വന്നെന്തോ പറയും, അയ്യോ കണ്ടോ നിനക്ക് പാപം ഉണ്ടായി, നീ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, നീ സ്വർഗത്തിൽ പോവുകയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരുതരം കുറ്റം വിധിയില് അവരെ തളച്ചിടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ഒരു അനാവശ്യമായ കുറ്റം വിധിക്ക് വിധേയരാകേണ്ട. നമ്മള് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ മക്കളാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും പാപത്തിൽ വീഴണമെന്നാണോ? അല്ല. അബദ്ധത്തിൽ പാപത്തിൽ വീണാൽ എന്ത് വേണമെന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അബദ്ധത്തിന് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെന്ന് കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വീണ്ടും ശുദ്ധീകരിക്കുകയും അവിടുന്ന് അത് മറക്കുകയും വീണ്ടും നമ്മളെ തന്നോടുള്ള ആ ഒരു അടുപ്പത്തിൽ മുന്നോട്ട് പിന്നെയും കൊണ്ടുപോവുകയും ചെയ്യും. അല്ലാതെ അവിടെ വെച്ച് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത് പറയുന്നത് പാപത്തിൽ വീഴാനൊരു ലൈസൻസ് ആയിട്ടല്ല. ഈ കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം. നമ്മളെപ്പോലെ വിശുദ്ധി സാധാരണ പ്രസംഗിക്കുന്ന പല സഭകളിലും ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ പലരെയും പിശാച് ഒരു കുറ്റബോധത്തിൽ അങ്ങ് തളച്ചിട്ടേക്കുക. അവർക്കൊരു ഉറപ്പില്ല, ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ് എന്നൊരു ഉറപ്പില്ല. കാരണം അവരുടെ വാക്കിൽ ഒരു വീഴ്ച വന്നു, ഒരു തെറ്റ് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ പ്രാക്ടിക്കലാണ്. നമുക്ക് അഥവാ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമ്മൾ എന്ത് വേണം? 1 യോഹന്നാൻ 1:9 നോക്കുക. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം ആ കാര്യം ഏറ്റുപറഞ്ഞാൽ മതി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതെന്തുവാ അങ്ങോട്ട് പിന്നെയും പലർക്കും ഒരു വ്യക്തതയില്ല. ഏറ്റുപറയുക എന്ന് വെച്ചാൽ എന്തുവാ? സത്യം. ഒരാൾ പറഞ്ഞത് അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. നമ്മള് ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ പരിശുദ്ധാത്മാവ് ഉടനെ എന്തോ പറയും? ദൈവം ഉടനെ എന്തോ പറയും? നിനക്ക് ഒരു പാപം സംഭവിച്ചു എന്ന് പരിശുദ്ധാത്മാവ് പറയും. നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യം വരും. ഉടനെ നമ്മളും അത് തന്നെ ഏറ്റുപറയണം. കർത്താവേ, എനിക്കൊരു പാപം സംഭവിച്ചു, ഞാന് അങ്ങനെ ദേഷ്യപ്പെടരുതായിരുന്നു, ഞാന് അങ്ങനെ നോക്കരുതായിരുന്നു, എനിക്കൊരു തെറ്റ് സംഭവിച്ചു, എനിക്കൊരു പാപം സംഭവിച്ചു. അല്ലാതെ പരിശുദ്ധാത്മാവതിനെ പാപം എന്ന് പറയുമ്പം നീ അതിനെ വേറെ എന്തെങ്കിലും പറഞ്ഞ് അത് ഏറ്റുപറയാതെ, പാപമെന്ന് ഏറ്റുപറയാതെ, എനിക്കൊരു ബലഹീനത സംഭവിച്ചു. ആർക്കാ ഒരു ബലഹീനത ഇല്ലാത്ത? മനുഷ്യരല്ലേ, മനുഷ്യർക്കൊക്കെ ഓരോ ബലഹീനത ഉണ്ടാവും. ഞാൻ കോപിച്ചെങ്കിൽ അത് എന്റെ കുറ്റമല്ല. എന്റെ അപ്പന് അങ്ങനായിരുന്നു, വല്യപ്പന് എന്തായിരുന്നു, കോപിക്കുമ്പോ ഭാര്യയെ തല്ലാന് കൈ കിട്ടുന്ന എടുത്ത് അടിക്കുമായിരുന്നു. 8 വയസ്സുള്ള ഒരു കൊച്ച് ഓടി വന്നപ്പോ അവനെ എടുത്താ ഒരു ഭാര്യയെ തല്ലിയത്. അങ്ങനത്തെ വല്യപ്പന്റെ മോനാ ഞാൻ, കൊച്ചുമോനാ ഞാൻ. ഞങ്ങൾക്ക് കുടുംബപരമായ ചില കോപമൊക്കെ ഉണ്ടായിരുന്നതേ എന്ന് പറഞ്ഞാൽ ഏറ്റു പറഞ്ഞോ? ഇല്ല, ഏറ്റു പറഞ്ഞില്ല. കാരണം അവിടെ അതിനെ ഇദ്ദേഹം കോപിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞു? നീ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും എന്ത് പറയണം? പരിശുദ്ധാത്മാവ് പറഞ്ഞ അതേ കാര്യം ഏറ്റു പറയണം. കർത്താവേ, ഞാന്
ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ കാര്യത്തിൽ പാപം ചെയ്തു. ഞാൻ ഭാര്യയോട് അങ്ങനെ കോപിക്കരുതായിരുന്നു, ദേഷ്യപ്പെടരുതായിരുന്നു, അവളോട് തെറ്റായിട്ട് പെരുമാറരുതായിരുന്നു. അതെന്റെ ഭാഗത്ത് വന്ന ഒരു പാപമാണ് എന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ പറഞ്ഞതിനെ ഏറ്റുപറഞ്ഞാൽ എന്തോ പറ്റി? അവൻ അത് ക്ഷമിക്കും എന്നാ ഇവിടെ നമ്മൾ വായിച്ചു. അതേസമയം അത് ഏറ്റുപറയാതെ നമ്മൾ അതിനെ ന്യായീകരിച്ച്, ഓ ദൈവമേ, അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അത് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്, ഒരു ബലഹീനത ഞങ്ങൾക്ക് പണ്ട് പോലെ ഉണ്ട്, ഞങ്ങളൊക്കെ മുൻകോപക്കാരാ, ഞങ്ങളുടെ വല്യപ്പനും ഒക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പാപമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഏറ്റു പറയാതിരുന്നാൽ അതെന്ത് ചെയ്യപ്പെടുകയില്ല? ക്ഷമിക്കപ്പെടുകയില്ല. എന്നാൽ അതിനെ ഏറ്റു പറഞ്ഞാൽ ആ പാപത്തെ എന്ത് ചെയ്യും? ദൈവം ക്ഷമിക്കും. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ നിലയില് നമ്മുടെ ജീവിതത്തിൽ നമ്മള് വിശുദ്ധിയെ തികച്ച് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെ നീക്കി മുന്നോട്ട് പോകേണ്ടത് രക്ഷ നേടാനല്ല, മറിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ വിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതാണ് സാധാരണ ഇത് സംബന്ധിച്ചുള്ള ഒരു സംശയം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കണ്ടോ, നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി. അപ്പൊ കണ്ടോ, ഈ നമ്മെ തന്നെ വെടിപ്പാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? നാം തന്നെ അത് ചെയ്യേണ്ടത്. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാ. ഇന്ന് പലരും വിചാരിക്കുന്നത്, ദൈവമേ എന്നെ ഒരു വിശുദ്ധനാക്കണേ, ദൈവമേ എൻ്റെ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എന്നെ വിശുദ്ധനാക്കണേ എന്നാ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അപ്പൊ തന്നെ ഈ വിശുദ്ധിയിൽ നമ്മളെ ജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ് എന്ന് കരുതരുത്. അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. ആ നിലയിൽ നമ്മൾ ഈ കാര്യത്തെ കാണണം. നമ്മള് നോക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട ആ ഒരു കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാതെ ഇരിക്കരുത്. 1 യോഹന്നാൻ 3:3 വാക്യവും നമ്മൾ കണ്ടല്ലോ, തന്നെത്താൻ നിർമ്മലീകരിക്കുക. ജഡത്തിലെയും ആത്മാവിനെയും കന്മഷം നമ്മൾ മാറ്റുക, തന്നെത്താൻ നിർമ്മലീകരിക്കുക. 1 യോഹന്നാൻ 5:18 വാക്യം നോക്കുക, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനെല്ലാം എന്താ ചെയ്യുന്നത്? തന്നെത്താൻ സൂക്ഷിക്കുന്നു. 1 യോഹന്നാൻ 5:18. നമ്മളത് ചെയ്യേണ്ടത്. അത് ദൈവമല്ല ചെയ്യുന്നത്. സെന്റ് അഗസ്റ്റിന്റെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവം ചെയ്യുകയില്ല, എന്നാൽ ദൈവം ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ദൈവം ചെയ്യുകയില്ല. ഒരു പാപം സംഭവിച്ചാൽ അത് ഏറ്റുപറയുന്നതും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. എന്നാൽ ആ പാപത്തെ രക്തത്താൽ കഴുകുക എന്നുള്ള കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുകയില്ല. അത് ആര് ചെയ്തോളും? കർത്താവ് ചെയ്തോളും. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന ആ കഥ നമ്മള് കഥയെല്ലാ സംഭവം നമ്മൾ വായിക്കാറുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, യോഹന്നാൻ 11:39. അവിടെ കർത്താവ് അവിടെ വന്നിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യണം? ലാസറിന്റെ ആ കല്ലറയുടെ വാതുക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്, ആ കല്ല് നിങ്ങള് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു. ലാസറിന്റെ കല്ലറയിലെ
കല്ല് മാറ്റുവീൻ, കല്ല് മാറ്റുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. കല്ല് മാറ്റാനായിട്ട് പറഞ്ഞു. കർത്താവ് എന്തോ ചെയ്യാൻ പോകുക? മരിച്ച് 4 നാളായ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുക. ഉയർപ്പിക്കാൻ പോകുന്നുണ്ടേ കർത്താവിന് തന്നെ ആ കല്ലങ്ങ് മാറ്റരുത്. അതല്ല കർത്താവ് പറയുന്നത്, നിങ്ങൾ കല്ല് മാറ്റുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവം ചെയ്യുകയില്ല, എന്നാൽ ദൈവം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുകയില്ല. കർത്താവ് തുടർന്ന് എന്തോ ചെയ്തു? മരിച്ച് 4 നാളായ ലാസറിനെ ഉയർപ്പിച്ചു. അത് അവർക്ക് ചെയ്യാൻ ഒക്കുകയില്ല. നമ്മൾ ലാസറിന്റെ കല്ലറയ്ക്കലുണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. കർത്താവ് വന്നിട്ട് പറയാം. അപ്പൊ നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുക. അവിടെ ചെന്നപ്പോ കർത്താവ് പറയാം, ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റേ. അപ്പം മാർത്തയൊക്കെ ചോദിച്ചു, എന്തുവാ, അല്ല ഇത് ഇപ്പൊ ഇവനെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ചെന്ന് ന്യായമായിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഏതായാലും മരിച്ച് 4 നാളായി ഈ നാറ്റം വെച്ചവനെ നീ എന്തോ ചെയ്യും? നീ ഉയർപ്പിക്കും, ജീവനിലേക്ക് കൊണ്ടുവരും. എന്നാ പിന്നെ ഈ കല്ലൂടെ നിനക്കങ്ങ് നീക്കരുതോ? ഞങ്ങൾ എന്തിനാ അതിന് കഷ്ടപ്പെടുന്നു? ഉടനെ കർത്താവ് പറയും, അതില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഈ കല്ല് ഉരുട്ടി മാറ്റുക എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യണം. ഈ മരിച്ചവനെ ഉയർപ്പിക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കുകയില്ല, അത് ഞാൻ ചെയ്യാം. കണ്ടോ? ഇതൊരു സഹകരണമാണ്. ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവണം. നമ്മൾ അതുകൊണ്ട് കർത്താവെ എൻ്റെ പാവമെല്ലാം മാറ്റിക്കോണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കിക്കോണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ജീവിച്ചാൽ പോരാ. മറിച്ച് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കുന്നതിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് നമുക്കുണ്ട്. ദൈവം അത് മാറ്റും. അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തന്നെത്താൻ നിർമ്മലീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതാണ് പ്രായോഗിക വിശുദ്ധി സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വം. ഇതിനെക്കുറിച്ച് പലർക്കും ഒരു ബോധ്യമില്ല. കർത്താവെ, നീ അതങ്ങ് ചെയ്തേക്കണേ എന്ന് പറയും. അതിനു പകരം എന്താ? നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ വാക്കിലോ വിചാരത്തിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന തെറ്റുകളെ, പാപങ്ങളെ, അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം, അയ്യോ ഞാൻ തന്നെ അത് ചെയ്തത്, ഞാനാ അത് പറഞ്ഞത്, ഞാനാ കോപിച്ചത്, എന്റെ ഭാഗത്തു നിന്നാണ് ആ വാക്കിലെ ആ ഒരു ഇത് വന്നത്, അത് പാപമാണ്, കർത്താവെ എന്നോട് ക്ഷമിക്കണേ. ദൈവത്തോട് ചെയ്ത പാപങ്ങൾക്ക് ദൈവത്തോട് മാത്രം ക്ഷമ പറഞ്ഞാൽ മതി. എന്നാൽ മറ്റൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിനോടും കൂടെ ക്ഷമ പറയണം. പ്രാഥമികമായിട്ട് ഈ തെറ്റ് സംഭവിച്ചതിന്റെ, പാപം ചെയ്തതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ അത് ഏറ്റുപറയുക. പരിശുദ്ധാത്മാവ് നേരത്തെ പറഞ്ഞു, മോളെ, നീ ആ വാക്കില് നിനക്ക് തെറ്റുപറ്റി, നീ പാപം ചെയ്തു. ഉടനെ നമ്മൾ അത് ഏറ്റുപറയണം. ശരിയാ കർത്താവേ, നീ പറഞ്ഞത് ശരിയാ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് കൽപ്പിച്ചത് ശരിയാ. എനിക്ക് തെറ്റുപറ്റി, ഞാൻ പാപം ചെയ്തു. അത് ഏറ്റുപറയുന്നെങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിനു പകരം അത് ഏറ്റുപറയാതെ അതിനെ ആ നിലയില് കൽക്ക് ചെയ്ത് അതിനെ അങ്ങ് അവഗണിച്ച് അതിന് ന്യായീകരണങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കുകയില്ല? ദൈവം അതിനെ, ആ പാപത്തെ മായ്ച്ചു കളയുകയില്ല. കല്ല് ഉരുട്ടി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. എന്നാൽ മരിച്ച് 4 നാളായ ലാസറിനെ ഉയർപ്പിക്കാൻ നമ്മളെ കൊണ്ടൊക്കുകയില്ല. അത് ദൈവം ചെയ്തോളും. കാര്യങ്ങളെ വ്യക്തമായോ പ്രിയപ്പെട്ടവരെ? ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രായോഗികമായ ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാനായിട്ട് കഴിയും. ദൈവം അതിന് നമ്മളെ സഹായിക്കും. നേരത്തെ നമ്മൾ വായിച്ച ആ വാക്യങ്ങളൂടെ നമുക്കിതിനോട് ചേർത്ത് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. എന്താ ഇവിടെ അതിന്റെ 12-ാമത്തെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. നമ്മൾ എന്തോ വേണമെന്നാ ഇവിടെ മലയാളത്തിൽ വായിച്ച തോന്നുക, നമ്മൾ രക്ഷ പ്രവർത്തിച്ചെടുക്കണം എന്ന് തോന്നും. എന്നാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂലഭാഷയിലെ ആ വാക്ക്, നമുക്ക് രക്ഷിക്കപ്പെട്ടപ്പോ നമുക്ക് കൈവന്നിരിക്കുന്ന എല്ലാ അതിൻ്റെ പ്രയോജനവും നമ്മൾ പൂർണ്ണമായിട്ട് കൈയാളണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ വാക്യം ഉപയോഗിച്ചേക്കുന്നത്.
എന്നിട്ട് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ആ രക്ഷ പൂർണ്ണമായിട്ട് ആ നിലയില് അതിന്റെ പ്രയോജനമെല്ലാം കൈയാളാനുള്ള ആഗ്രഹവും അതിനുള്ള പ്രവർത്തിക്കാനുള്ള അതിനുള്ള കഴിവും ദൈവം ചെയ്തോളും എന്നത് നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലും ഈ നിലയിൽ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പൊ കണ്ടോ, ഇവിടെയും ഒക്കെ പറയുന്നത് ഇച്ഛിക്കാനും ദൈവം ആ കൃപ തരുന്നത്, പ്രവർത്തിക്കാനും ദൈവം ആ കൃപ തരുന്നത്. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലാണല്ല സാധിക്കുന്നത് എന്ന് പറയുമ്പോ പിന്നെയും അപ്പൊ ദൈവം എല്ലാം ചെയ്തോളും, ഞാനൊന്നും ചെയ്യണ്ട എന്നാണോ? അല്ല അല്ല അല്ല. ദൈവം നമ്മുടെ ഉള്ളിൽ ഈ പാപത്തിനെതിരെ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ പ്രാപിപ്പാനുള്ള ആഗ്രഹവും തരും, അതുപോലെ തന്നെ അതിനുള്ള കഴിവും ദൈവം തരും. പക്ഷേ അതിനോട് നമ്മൾ എന്തോ വേണം? നമ്മൾ പ്രായോഗികമായിട്ട് അതിനോട് സഹകരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഭാഗത്തും ഫിലിപ്പി ലേഖനത്തിലെ ആ വാക്യവും ഈ 2 വാക്യങ്ങളെ വേദപണ്ഡിതന്മാർ ആ നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മൾ ഈ രക്ഷയെ ആ നിലയില് മുന്നോട്ട് കൊണ്ടുപോയതും വിശുദ്ധിയെ തികച്ചതും ഒക്കെ നമ്മുടെ ഒരു കഴിവായിട്ടല്ല അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകത്തില് നമ്മൾ നോക്കുക, 5-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ കണ്ടോ? അപ്പോഴ് സ്വർഗത്തിലെ ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. എന്നിട്ട് അവിടെ എന്താ പറയുന്നത്? കുഞ്ഞാടേ നീ യോഗ്യൻ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ, ഇവിടെ ഈ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിന്റെ മുഴുവൻ മഹത്വവും ആർക്കാ ഇവിടെ കൊടുക്കുന്നത്? കുഞ്ഞാടിനാ കൊടുക്കുന്നത്. അല്ലാതെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെയൊക്കെ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായപ്പോ അവർ വിശ്വസിക്കുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പങ്കാളിത്തം അവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാ? സത്യത്തില് നമുക്ക് അതിൻ്റെ അകത്ത് പങ്കാളികളാകാനുള്ള ഇച്ഛയും അത് പ്രവർത്തിച്ചെടുക്കാനുള്ള കഴിവും തന്നതും ദൈവം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വർഗത്തിൽ കുഞ്ഞാടിന് മാത്രമാണ് സകല യോഗ്യതയും, കുഞ്ഞാടിന് മാത്രമാണ് സകല മഹത്വവും. നമ്മൾ അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. കണ്ടോ, രക്ഷിക്കപ്പെട്ട നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴുള്ള അവിടുത്തെ പാട്ട് സത്യത്തിൽ ഇങ്ങനെയാണോ വേണ്ടത്? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടും പിന്നെ ഞാനും കൂടെ ശക്തിയും ബഹുമാനവും ഒക്കെ കിട്ടാൻ യോഗ്യർ എന്നല്ലേ വേണ്ടത്? കാര്യം നമുക്കും അതിൻ്റെ അകത്തൊരു പങ്കാളിത്തമില്ലേ? പക്ഷെ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യം ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടതും തെരഞ്ഞെടുത്തതും ദൈവം തന്നെ. ദൈവം നമ്മളെ കണ്ടു, തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ഈ അത്ഭുത പരാതന്ത്രരായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ദൈവം എന്തോ കണ്ടിട്ടാ എന്നെ തെരഞ്ഞെടുത്തത്? ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട ആള് ഞാനായിരുന്നു, എന്നിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കുഴപ്പം പിടിച്ച ആള് ഞാനായിരുന്നു, എന്നിട്ട് എന്നെ തെരഞ്ഞെടുത്തു. എന്ത് കണ്ടിട്ട്? എഫേസ്യർ 1:4 ആ കാര്യം വ്യക്തമാക്കുന്നില്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ള ദൈവത്തിന്റെ മാത്രം ആ ഒരു ആഗ്രഹത്തിലാണ് തെരഞ്ഞെടുത്തത്, നീതീകരിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ രക്ഷയിലേക്ക് വന്നത്, നമ്മൾ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടത്, വിശുദ്ധിയെ തികച്ചത്, ഭാവിയില് സമ്പൂർണ്ണ വിശുദ്ധിയിൽ എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പശ്ചാത്തലം ഉള്ളത് കൊണ്ട്
നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം കുഞ്ഞാടെ നീ മാത്രം യോഗ്യൻ എന്ന് നമ്മളും പറയും. അല്ലാതെ കുഞ്ഞാടെ നീയും ഞാനും കൂടെ യോഗ്യർ എന്ന് പറയുകയല്ല. കാര്യം മുഴുവൻ മഹത്വത്തിനും സ്തുതിക്കും എല്ലാം യോഗ്യൻ നീ തന്നെ. ഓ, ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ വിശുദ്ധി, ഇത് വേണ്ടതുപോലെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. കാര്യം ഇത് ഇത്ര വലിയ വിശുദ്ധിയാ, ഇത്ര വിശുദ്ധ ജീവനും ഇത്ര വലിയ രക്ഷയാ. പറഞ്ഞു പറഞ്ഞ് പിന്നെയും പിന്നെയും പറഞ്ഞു കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാമെന്നല്ലാതെ പൗലോസ് ഇത് അത്ഭുതപ്പെട്ട് പറയുന്നു, ഇത്ര വലിയ രക്ഷ. എബ്രായ ലേഖനത്തിൽ എഴുതിയത് പൗലോസ് ആണെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇത്ര വലിയ രക്ഷ. പത്രോസ് പറയുന്നു ഇത്ര വലിയ വിശുദ്ധി. ഇതിനെ ഇപ്പോ ഈ ദുർബലനായ ഞാൻ പറഞ്ഞ് ഇതിനെ വിശദീകരിക്കാൻ ഒക്കുമോ? കാര്യം പറ്റുകയില്ല. ഇത് ഇത്ര വലുതാണ്. ഇത് സ്വർഗത്തിൽ നമ്മൾ ചെന്ന് നിത്യകാലം ഇതിന്റെ പല അടരുകള്, പല ലെയറുകൾ മനസ്സിലാക്കും തോറും നമ്മൾ കൂടുതൽ ദൈവമേ, ഞാൻ ഇതിന്റെ ഒന്നും അറിഞ്ഞില്ലല്ലോ, സത്യത്തിൽ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഒരു അല്പമെങ്കിലും ഇപ്പോഴറിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യാസമാകും. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, അത് കുറച്ചെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ ഇത്രയും നാള് കടന്നുപോയി, ഇനിയുള്ള നാളുകൾ കർത്താവേ നീ ഇത്ര വലിയ രക്ഷ എനിക്ക് ഒരുക്കിയല്ലോ, ഇത്ര വിശുദ്ധി എൻ്റെ മേലെ ആരോപിച്ചല്ലോ, എനിക്ക് തന്നല്ലോ, എന്നെ ആ നിലയിൽ പ്രഖ്യാപിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ഇനിയുള്ള നാളുകളെ എത്രയും എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും വാക്കിലും വിചാരത്തിലും പ്രവർത്തനങ്ങളിലും മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും ലക്ഷ്യങ്ങളിലും ഒക്കെ കർത്താവേ നിന്നോട് ചേർന്ന് നിൽക്കും. വിശുദ്ധനായ നിന്നോട് പരിശുദ്ധൻ 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 എന്ന് ദൂതഗണങ്ങൾ ആർക്കുന്ന നിന്റെ ആ സ്വഭാവത്തോട് അത്രയും അടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്യും. കാര്യം ഇപ്പോഴാണ് ഇതെത്ര വലിയ കാര്യമാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വെളിച്ചം എനിക്ക് ലഭിച്ചത് എന്ന് നമ്മൾ പറയും. നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകും.